ഹലോ വെൽക്കം ടു ഡേ 69 ഓഫ് 75 ഡേയ്സ് ഓഫ് ഹാർഡ് ചാലഞ്ച്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനിപ്പോൾ കൊച്ചിയിലാണ്. ഇപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് റെഡിയാവുന്നത് തിരിച്ചു ബാംഗ്ലൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 9:15 ആണ് എൻ്റെ ഫ്ലൈറ്റ്. സോ നേരത്തെ നമ്മൾ എത്തണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചായയും കുടിച്ചിട്ട് ഞാൻ പാക്ക് ചെയ്ത് ഇറങ്ങി. അപ്പോൾ രാവിലെ എന്നെ സാവിയാണ് ഒരു 6:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോയി ഓൾറെഡി വെബ് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് പ്രിൻ്റർ എടുത്താൽ മതിയെന്ന് ബോർഡിംഗ് പാസ്. പിന്നെ സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് ഞാൻ DC ബുക്സിൽ കയറി. പതിവ് പോലെ നമ്മൾ കുട്ടികൾക്കും എനിക്കും അമ്മയ്ക്കൊക്കെ വാങ്ങിക്കാനുള്ള കുറച്ചധികം ബുക്സ് വാങ്ങിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എൻ്റെ ഫ്ലൈറ്റ് 35 മിനിറ്റ്സ് ഡിലേ ആയതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു മൈസൂർ മസാല ദോശയും ഒരു ചായയാണ് അവിടെ നിന്ന് കഴിച്ചത്. അതിന് 590 രൂപയായതായിരുന്നു. എനിക്ക് കരഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അത് കൊടുക്കേണ്ടി വന്നു. പിന്നെ ഞാൻ വീട്ടിലെത്തി വാവയ്ക്ക് ബുക്സ് ഒക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ചതിന് ശേഷം എനിക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്തായാലും പീരീഡ്സ് ആവും. അപ്പോൾ അതിൻ്റെ ഒരു സ്വീറ്റ് ക്രേവിംഗ് ഉണ്ട്, വല്ലാണ്ട് ഒരു സ്വീറ്റ് ക്രേവിംഗ്. കാരണം അത് മാറാൻ ഈ സൂപ്പർ യുവിൻ്റെ പ്രോട്ടീൻ വേഫർ ഞാൻ കഴിച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടോ. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ചായ ഉണ്ടാക്കി കുടിച്ചു. രണ്ടുപേർക്കും പാലും ചായയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്കിനി ജിമ്മിലേക്ക് പോകാൻ വേണ്ടി. ബിക്കോസ് നമുക്ക് ഇന്ന് വർക്കൗട്ട് മിസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ എൻ്റെ കൂടെ വാമയും വരണുണ്ടെന്ന് പറഞ്ഞു. ചെറിയ 1.5-ന്റെ ഡമ്പലാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി വർക്കൗട്ട് തുടങ്ങി. ഇന്ന് നമുക്ക് ആക്ച്വലി ആബ്സും ട്രൈസും ബൈസും ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മോള് കുറച്ച് നേരം വർക്കൗട്ട് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ബോറടിച്ച് അവളവിടെ മാറിയിരിക്കലായി. അപ്പോൾ നമുക്ക് ഡേ 68-ന്റെ വർക്കൗട്ട് നമുക്ക്, അതായത് ഇൻഡോർ വർക്കൗട്ട് നമുക്ക് മിസ്സായിട്ടുണ്ട്. അത് നമ്മൾ സാറ്റർഡേ ആയിരിക്കും അത് ചെയ്യുന്നുണ്ടായിരുന്നത്. ബിക്കോസ് നമുക്ക് സാറ്റർഡേ സൺഡേ റെസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഇത് അങ്ങോട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുക ചെയ്തത്. പിന്നെ വാക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തലേദിവസം ഞാനും സാവിയും കൂടി സ്റ്റേഡിയത്തിൽ നടക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ദിവസം ഇത്ര സ്റ്റെപ്സ് നടക്കണം എന്നുണ്ട്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടി പോയിട്ട് ആ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ യൂഷ്വൽ വർക്കൗട്ട് പോലെ, അതായത് റെസ്റ്റ് ഡേ സാറ്റർഡേ സൺഡേ പോലെ തന്നെ ആ ഡേ ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് സാറ്റർഡേയിലേക്ക് നമ്മളുടെ മിസ്സായിപ്പോയ ഡേ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. ബാക്കി എല്ലാം തന്നെ, അതായത് ഡയറ്റ് എല്ലാം തന്നെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ 1 hour വാക്കിങ്ങിന് വേണ്ടി പോയി. വാക്കിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നിട്ട് പ്രോട്ടീൻ ഷേക്ക് കുടിച്ചിട്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ കേട്ടോ. ഇത് ഹൈ പ്രോട്ടീൻ ബ്രെഡും പനീറും പിന്നെ ആപ്പിളും ആണ്. പിന്നെ ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്തു. അതിനുശേഷം എനിക്ക് നല്ല ടയർഡായിരുന്നു, ഉറങ്ങിയാലേ ശരിയുണ്ടാവുള്ളൂ. അപ്പോൾ നേരത്തെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോയി. സോ ഇതാണ് എൻ്റെ പ്രോഗ്രസ് വീഡിയോ ആൻഡ് ദിസ് ഇസ് ഡേ 69.